ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വീണ്ടും നമസ്കാരം. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ജോവിയൽ ട്രാവലർ. ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് എവിടെയാണെന്ന് വെച്ചാൽ ഇതാണ് മാഹിപ്പുഴ. മാഹിപ്പുഴയുടെ തീരത്താണ് ഞാനുള്ളത്. ഈ സ്ഥലത്തിൻ്റെ പേരാണ് മാഹി ഒളവിലം പാത്തിക്കൽ. ഈ സ്ഥലം ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ടതായ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൽ കൂടിയാണ് തലശ്ശേരി മാഹി ബൈപ്പാസിൻ്റെ 6 വരി പുതിയ പാലം കടന്നു പോകുന്നത്. ഇതിൻ്റെ മേലെ കാണുന്നതാണ് പുതിയ 6 വരി പാലം. മാഹി റെയിൽവേ പാലം കാണാം. റെയിൽവേ പാലത്തിൻ്റെ അപ്പുറം കാണുന്നതാണ് മാഹി. ഈ പുഴയുടെ അങ്ങേ ഭാഗം കാലിക്കറ്റ് ഡിസ്ട്രിക്റ്റാണ്. ഇത് കണ്ണൂർ ജില്ലയാണ്. പുഴ കടന്നാൽ കോഴിക്കോട് ജില്ലയായി. മേളിലോട്ട് പോയാൽ മോന്താൽ ആ സൈഡായി, കരിയാട് മോന്താൽ ആ സൈഡൊക്കെ ആയി. ഇവിടെ നിന്ന് നോക്കിയാൽ 2 ബോട്ട് ജെട്ടികളും കാണാം. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു സ്ഥലമാണിത്. ഇവിടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്, ഇവിടെ ഇതിനടുത്തായിട്ട് ഒരു 100 വർഷമെങ്കിലും പഴക്കമുള്ളൊരു കൾ ഷാപ്പുണ്ട്. പാത്തിക്കൽ കൾ ഷാപ്പ് എന്ന് പറയും. അതിപ്പോൾ റിനോവേറ്റൊക്കെ ചെയ്ത് വളരെ പ്രശസ്തമായൊരു കൾ ഷാപ്പായി മാറിയിട്ടുണ്ട്. ഒരുപാട് വിഭവങ്ങളും നല്ല മധുരക്കള്ളൊക്കെ കിട്ടുമെന്നാണ് പറയുന്നത്. എന്നാൽ നമുക്കതൊന്ന് എൻജോയ് ചെയ്യാം. എല്ലാവരും വീഡിയോ മുഴുവനായും കാണുക. താങ്ക് യു. നമുക്കിനി ഈ ഷാപ്പിലെ അടുക്കള ഒന്ന് കാണാം. ഇന്നത്തെ സ്പെഷ്യൽ എന്തല്ല ചേട്ടാ? ഇത് തലക്കറിയാണ്. ഓക്കെ. തെരണ്ടിത്തല കുരുമുളക്. നമ്മൾ കൊന്തൻ വലിയ കൊന്തൻ മുളകിട്ടത്, ചെമ്മീൻ മുളകിട്ടത് അല്ലേ? ഇത് ഞണ്ട്, ഞണ്ട്. ഇത് പന്നിയാണ്. ഓ, പന്നി 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 വെളിച്ചെണ്ണയിൽ കുരുമുളകിട്ടിട്ട്. ഓ, വിളിക്കുക ശരിക്കും പന്നി 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 എന്ത് ചെയ്തതാണ്? പന്നി കുരുമുളക് വരട്ടി. കുരുമുളക് വരട്ടി. ഓക്കെ. ഇത് ചിക്കൻ കറി. ഓ, ചിക്കൻ കറി അല്ലേ? ചിക്കൻ കറി. ഓക്കെ. ചിക്കൻ ഡ്രൈ ഐറ്റംസ് ഡ്രൈ. ഇത് ബീഫ് ഫ്രൈ. ബീഫ് ഫ്രൈ. ബീഫ്. ഇത് കൂന്തൽ ഫ്രൈ. കൂന്തൽ ഫ്രൈ അല്ലേ? കൂന്തൽ. ഇത് തെരണ്ടി മുളകിട്ടത്. തെരണ്ടി മുളകിട്ട്. ഓക്കെ ഓക്കെ ഓക്കെ. ഇത് കപ്പ. കപ്പ അല്ലേ? ഇതെന്നാ മീന്? കരിമീൻ അല്ലേ? ഇതെന്നാണ് വറക്കുന്നത്? ചിക്കൻ അല്ലേ? ഓ, കല്ലുമ്മക്കായ് വറുത്തതല്ലേ? വാ, അടിപൊളി. മലയാളിയുടെ പ്രിയ ഭക്ഷണമായ പൊറാട്ട. ഇത് കള്ളപ്പം അല്ലേ? ഇത് വെള്ളപ്പം. നല്ല ആവി പറക്കുന്ന പുട്ട്. നമുക്ക് കക്ക ഇറച്ചി എന്നും പറയല്ലേ?